കർട്ടൻ വോളിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ മുൻപ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കർവ്ഡ് ഷേപ്പിലുള്ള കർട്ടൻ വോളാണ് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഗ്രിഡ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഗ്രിഡ്സ് ആഡ് ചെയ്യാതെ എങ്ങനെ കർവ്ഡ് ഷേപ്പിലുള്ള ഒരു കർട്ടൻ വോളാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ആർക്കിടെക്ചർ ടാബിൽ വോൾ ആർക്കിടെക്ചറൽ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ബേസിക് വോൾ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ജനറിക് 200 എന്നുള്ള ഈ ഒരു വോൾ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് വേണ്ടി എഡിറ്റ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു പുതിയ നെയിം കൊടുത്ത് ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുക്കാം. സോ ഈ ഒരു വോളിന് ഗ്ലാസ് വോൾ എന്നുള്ളൊരു നെയിം കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി ഈ വോളിൻ്റെ മെറ്റീരിയൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഈ മെറ്റീരിയൽ ബ്രൗസറിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയൽ ബ്രൗസർ കിട്ടും. ഇതിൽ തന്നെ ഗ്ലാസ് എന്നുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓക്കെ ക്ലിക്ക് ചെയ്തു. ബേസിക് വോളിനെ ഒരു ഗ്ലാസ് വോൾ ആക്കിയിട്ട് ആദ്യം മാറ്റി. ഇനി നെക്സ്റ്റ് ചെയ്യാനായിട്ടുള്ളത് വോള് തന്നെ സെലക്ട് ചെയ്തു. അതിൽ കർട്ടൻ വോൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കർട്ടൻ വോൾ എടുത്ത് കർവ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്താലും ഗ്രിഡ്സ് ഇല്ലാത്തത് കൊണ്ട് കർവ് വരില്ല. ഇവിടെ ഞാനൊരു കർവാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷേ അതിവിടെ വരില്ല. ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ കർവ് ഷേപ്പിലാണ് വരച്ചിട്ടുള്ളത്, പക്ഷേ സെലക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ ആ ഒരു ഷേപ്പ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വോളിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കർട്ടൻ പാനൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കർട്ടൻ പാനൽ ചേഞ്ച് ചെയ്ത് മുൻപ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാസ് വോൾ ആക്കി കൊടുക്കാം. ആ ഒരു ഗ്ലാസ് വോൾ ആഡ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3D വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ്സ് ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു വോള് ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇങ്ങനെ ഈ ഒരു ഗ്രിഡ്സ് ഇല്ലാത്ത കർട്ടൻ വോള് കർവ്ഡ് ഷേപ്പിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രിഡ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കർട്ടൻ ഗ്രിഡ് സെലക്ട് ചെയ്ത് ഗ്രിഡ്സ് ആഡ് ചെയ്യാം. മുള്ളിയൻസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇതേ സെയിം സ്റ്റെപ്പിൽ തന്നെ മുള്ളിയൻ സെലക്ട് ചെയ്ത് മുള്ളിയൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിലൊരു പ്രശ്നം വരുന്നത് പോൾ ഗ്രിഡ് ലൈൻസ് എടുത്ത് ഈ ഒരു ഷേപ്പിനെ സെലക്ട് ചെയ്താൽ ആ ഒരു ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടില്ല. ആദ്യത്തെ ആ ഒരു ബേസിക് വോളിൻ്റെ ആ ഷേപ്പിലെ മുള്ളിയൻസ് കിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ കേസസിൽ സ്വീപ്പ് എടുത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. മോഡൽ ഇൻ പ്ലേസ് സ്വീപ്പ് എടുക്കേണ്ടി വരും. ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു റെഫറൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്.